നാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആരാണ് ഔട്ട് ആവാൻ പോകുന്നത്, എവിക്റ്റ് ആവാൻ പോകുന്നത്? ലാലേട്ടൻ നാളെ വരൂല. എന്തുകൊണ്ട് വരില്ല? എപ്പോ ഇനി ലാലേട്ടൻ വരും? മിഡ് വീക്കിലാണോ വരുന്നത്? എന്തുകൊണ്ട്? റസ്മിനാണോ നാളെ പുറത്തു പോകാൻ പോകുന്നത്? നാളെ ഫാമിലീസ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്, പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. ഓൾറെഡി ഞാൻ വീഡിയോയിൽ ചെറുതായിട്ട് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചാണ് വരുന്നത്. നാളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എവിക്ഷനും നടക്കില്ല. ശനിയാഴ്ചയാണ് സാധാരണ എവിക്ഷൻ നടക്കുന്നത്. നാളെ ലാലേട്ടൻ വരത്തുമില്ല. നാളെ വീക്കെൻഡും അല്ല, നമുക്ക് സാധാരണ ശനിയും ഞായറും ലാലേട്ടൻ വരുമല്ലോ. നാളെ ലാലേട്ടൻ വരത്തില്ല. നാളെ നമുക്ക് വീക്കെൻഡും ഇല്ല. നോർമൽ നമ്മൾ എപ്പിസോഡ് കാണുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നാളെ നമ്മൾ എപ്പിസോഡ് കാണാൻ പോകുന്നത്. മനസ്സിലായോ? നാളെയും അതുപോലെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ റസ്മിൻ എവിക്റ്റ് ആവോ? റസ്മിൻ എവിക്റ്റ് ആവാനുള്ളതല്ലേ? റസ്മിനെ സേവ് ചെയ്യുവാണോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിരുന്നു. റസ്മിനാണ് ഔട്ട് ആവേണ്ടതെങ്കിൽ ലാലേട്ടൻ ഇനി തിങ്കളാഴ്ച വരും, അന്ന് ഔട്ട് ആവുന്ന റസ്മിൻ തന്നെ ആയിരിക്കും. ഔട്ട് ആവാനുള്ളത് റസ്മിനാണെങ്കിൽ എന്നായാലും അത് ഔട്ട് ആവും. കാരണം ഇതിൻ്റെ ഈ നോമിനേഷൻ മാറുന്നില്ലല്ലോ, സെയിം നോമിനേഷൻ തന്നെയാണ് റിപ്പീറ്റ് അടിച്ച് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ വോട്ടിംഗ് ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. സാധാരണ വെള്ളിയാഴ്ച രാത്രിയാകുമ്പോൾ തീരും, ഇത് ഞായറാഴ്ച വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്താലും വേണമെങ്കിൽ അവർക്ക് അതിൻ്റെ ഇടയിൽ വെച്ചൊരു മിഡ് വീക്ക് എവിക്ഷനൊക്കെ നടത്താം. പക്ഷേ നാളെ ഒരു എവിക്ഷൻ നടക്കില്ല, ഉറപ്പാണ്. ലാലേട്ടൻ വരത്തുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വരുന്ന മെയ് 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്നൊന്ന് പൊളിക്കണ്ടേ, അന്ന് വീക്കെൻഡ് ആക്കി ഒന്ന് ആഘോഷിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് മെയ് 20 ഷൂട്ടിംഗ് വെച്ചിരിക്കുന്നത്, അതായത് തിങ്കളാഴ്ച. അതുകൊണ്ട് നാളെ ഷൂട്ട് ചെയ്യാനിരുന്ന ശനിയാഴ്ചത്തെയും മറ്റന്നാൾ ഞായറാഴ്ചത്തെയും ഷൂട്ടിംഗ് എടുത്ത് മാറ്റി നാളെയും മറ്റന്നാളൊക്കെ നമ്മുടെ നോർമൽ എപ്പിസോഡ്സ് ആയിരിക്കും കാണുന്നത്. നോർമൽ എപ്പിസോഡ്സ് നാളെ മറ്റന്നാളൊക്കെ നമ്മൾ കാണുന്ന ആ സംഭവങ്ങളായിരിക്കും. വീക്കെൻഡ് ലാലേട്ടന് തിങ്കളാഴ്ച വരും. തിങ്കളാഴ്ച വന്നിട്ട് തിങ്കളാഴ്ച തന്നെ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യും. അതിനകത്താണ് എവിക്ഷൻ നടക്കുന്നത്. ഈ റസ്മിൻ എവിക്റ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, റസ്മിൻ എവിക്റ്റ് ആവുമെങ്കിൽ തിങ്കളാഴ്ച എവിക്റ്റ് ആവും. എന്നിട്ട് ചിലപ്പോൾ അതേ നോമിനേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കറങ്ങി വരുന്ന അടുത്ത ശനിയാഴ്ച 2 പേരും കൂടി ഔട്ടാവും. അതിനുശേഷം തുടങ്ങും ടിക്കറ്റ് ടു ഫിനാലെ. കൺഫേംഡ് ആണിത്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ്. ലാലേട്ടൻ ഇന്നൊക്കെ ട്രിവാൻഡ്രത്തുണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. എന്തോ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് ബേസ് ചെയ്ത് ഇവിടെ ട്രിവാൻഡ്രത്താണെന്ന് അറിയുന്നു. ഏതാണ്ട് മൺഡേ മോർണിംഗ് എന്തോ അവിടെ ചെന്നൈയിൽ എത്തത്തുള്ളൂ എന്നാണ് അറിയുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ സ്പെഷ്യൽ വീക്കെൻഡ് നടക്കത്തുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമോ എന്ന സംശയമാണ്. എവിക്ഷൻ എന്തായാലും നടക്കും. അപ്പോൾ എവിക്ഷൻ ഉറപ്പായിട്ട് നടക്കും. പക്ഷേ നാളെയോ മറ്റന്നാളെയോ അല്ല, തിങ്കളാഴ്ച നടക്കും. നമ്മളത് ചൊവ്വാഴ്ച കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. നാളെ എവിക്ഷനും ഇല്ല, ഒന്നുമില്ല, ലാലേട്ടൻ വരത്തുമില്ല, വീക്കെൻഡും ഇല്ല. നോർമൽ എപ്പിസോഡാണ്. നമ്മൾ ഫാമിലിയൊക്കെ കയറുന്നത് കണ്ടുകൊണ്ടിരിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.